പണ്ട് ദൂരദർശനിൽ മെഗാ ഹിറ്റായി സംപ്രേഷണം ചെയ്യപ്പെട്ട ചന്ദ്രോദയം സീരിയൽ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എത്ര കണ്ടാലും മതി വരാത്ത എന്നും ഓർമ്മകളിലുള്ള ചന്ദ്രോദയം സീരിയലിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറിൽ മ്യൂസിക് ഇട്ട് യമുന കാറിൽ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് ഇരുന്ന് യാത്ര ചെയ്യണം കേട്ടോ. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. ഡ്രൈവർ മ്യൂസിക് ഓഫ് ചെയ്യുന്നു. യമുന കോൾ എടുക്കുന്നു. യെസ്, ഐ ആം ഓൺ ദി വേ. ഇപ്പോഴോ? ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് ക്ഷമിച്ചൂടെ എന്നും പറഞ്ഞ് ഫോണിലൂടെ ചിരിച്ചും കൊണ്ട്, ഇത് റോക്കറ്റൊന്നുമല്ല, കാറാ. അല്ലെങ്കിലും മാത്യു സാറിന് ആകാംക്ഷ ഇത്തിരി കൂടുതലാണ്. ഓക്കെ ഐ ആം കമ്മിങ് എന്നും പറഞ്ഞ് ചിരിച്ചും കൊണ്ട് ഫോൺ കട്ട് ചെയ്യാട്ടോ യമുന. തുടർന്ന് കാർ ഡ്രൈവർ മ്യൂസിക് ഇടുകയും, ജീവിതത്തിൽ ഞാൻ ഒരുപാട് കാത്തിരുന്നോളാ, പലതിനു വേണ്ടിയും. ഇനി എല്ലാവരും എനിക്ക് വേണ്ടി കാത്തിരിക്കട്ടെ എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ യമുന. അങ്ങനെ ചിന്തിച്ച് പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ചു ഇങ്ങനെ പോകുമ്പോൾ പിന്നെയും ഫോൺ റിങ് ചെയ്യുന്നു. കോൾ എടുത്ത് ഹലോ എന്ന് പറയുന്നുണ്ട്. പുറത്തു നിന്നും ഒരു സ്ത്രീയുടെ പതിയായുള്ള ഹലോ ശബ്ദം കേൾക്കുന്നു. ഹലോ, ആരാണ് എന്ന് യമുന തിരിച്ചു ചോദിക്കുന്നു. ഞാനാണ് സുമിത്ര എന്ന് മറുപടി പറയുകയും, സുമിത്രയോ? ഏത് സുമിത്ര എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ, നിന്റെ സുമിത്ര ചേച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ സുമിത്ര. യമുനയുടെ സഹോദരി സുമിത്രയാണ് വിളിച്ചത്. അവർ കുറച്ചു കാലമായി അടുപ്പത്തിലല്ല എന്ന് വേണം സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ. നിന്റെ സുമിത്ര ചേച്ചി എന്ന് സുമിത്ര പതിഞ്ഞ സ്വരത്തിൽ പറയുമ്പോൾ, എന്ത് വേണമെന്ന് യമുന കനത്തിൽ പറയുമ്പോൾ, വീണ്ടും ഒരു ഇടവേളയുണ്ട് നമ്മൾ സംസാരിച്ചിട്ട്. ഒരു മാഗസിനിൽ നിന്നാണ് എൻ്റെ നമ്പർ കണ്ടുപിടിച്ചതെന്ന് ചേച്ചി പറയുമ്പോൾ, എന്തു വേണം പറഞ്ഞോളൂ, ഞാൻ തിരക്കിലാണെന്ന് യമുന മറുപടി പറയുന്നു. അച്ഛന് സുഖമില്ല, നിന്നെ കാണുമെന്ന് പറയുന്നു. എന്നെയോ? എന്തിന് എന്ന് യമുന ചേച്ചിയോട് ചോദിക്കുമ്പോൾ, അച്ഛന് നിന്നോട് എന്ന് സുമിത്ര വാക്കുകൾ മുഴുമിക്കുന്നതിന് മുമ്പ് യമുന കടുപ്പിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. വേണ്ട, എനിക്ക് കേൾക്കണ്ട, എനിക്ക് ആരെയും കാണണ്ട, ഇനി എന്നെ വിളിക്കുകയും വേണ്ട എന്ന് യമുന ദേഷ്യത്തോടെ പറയുമ്പോൾ, യമുനെ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ സുമിത്ര. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ എന്ന് സുമിത്ര പറയുമ്പോൾ, എന്നെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ, പ്ലീസ് എന്ന് പറഞ്ഞ് യാജസ്വരത്തിൽ യമുന തുടർന്ന് പറയുന്നുണ്ട്. ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ ഒറ്റപ്പെട്ട് കഴിയാണ് ഞാൻ. വീണ്ടും എന്നെ ആ നരകത്തിലേക്ക് വലിച്ചിഴക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. യമുനയുടെ മുഖഭാവം മാറുന്നു. ആകെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട് കേട്ടോ യമുന. പിന്നീട് കാണിക്കുന്നത് ബെഡിൽ കിടക്കുന്ന സുമിത്രയുടെ അച്ഛനെയാണ്. സുമിത്ര വന്ന അച്ഛൻ്റെ അരികിൽ കട്ടിലിൽ ഇരിക്കുമ്പോൾ അച്ഛൻ ചോദിക്കുന്നു, വിളിച്ചോ എന്ന് അച്ഛൻ സുമിത്രയോട് ചോദിക്കുമ്പോൾ, കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നു കേട്ടോ സുമിത്ര ദുഃഖഭാവത്തിൽ. ആ നമ്പറല്ല എന്നും പറഞ്ഞ് അച്ഛൻ മുഖം കൊടുക്കാതെ അവിടെ നിന്നും പോകുന്നു. അച്ഛൻ സങ്കടപ്പെട്ട് നിലവീർപ്പിട്ട് കിടക്കുകയാണ് കേട്ടോ. അവിടെ നിന്നും മാറി നിന്ന് സുമിത്ര ജനൽ പിടിയിൽ പിടിച്ചു തേങ്ങിക്കരയുന്നു. പിന്നീട് സുമിത്രയുടെയും യമുനയുടെയും ആ സന്തോഷം നിറഞ്ഞ വീട്ടിലെ ഓർമ്മയിലേക്കാണ് ഇനി പോകുന്നത്. സുമിത്ര, യമുന, സഹോദരൻ, അച്ഛനമ്മ എന്നിവരടങ്ങിയ അവിടെ സ്വർഗത്തിലേക്ക്. ഗേറ്റ് തുറന്നു വരുന്ന യമുന കയ്യിൽ കുറേ പുസ്തകങ്ങളുമായി ചിരിച്ചും കൊണ്ട് വീട്ടിലേക്ക് കയറുകയാണ്. എന്തോ വായിച്ചും കൊണ്ടിരിക്കുന്ന സുമിത്രയുടെ അടുത്തേക്കാണ് അവൾ വന്നത്. കയ്യിലുള്ള പുസ്തകങ്ങളെല്ലാം ചിരിച്ചും കൊണ്ട് അവളുടെ മുന്നിൽ മേശയിലിട്ടു. ഇത് ജോഗ്രഫി, ഇത് അക്കൗണ്ടിങ്, ഇത് അരിതമാറ്റിക്സ്, ഇത് സോഷ്യോളജി. ചേച്ചി പറഞ്ഞ എല്ലാ പുസ്തകങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് എല്ലാം എടുത്തു കാണിക്കുന്നുണ്ട് കേട്ടോ സന്തോഷത്തോടു കൂടി യമുന. പിള്ളേ സാർ പറഞ്ഞു, ബാങ്ക് ടെസ്റ്റ് ഇപ്പോൾ പണ്ടത്തെ മാതിരിയൊന്നുമല്ല, എന്തും ചോദിക്കാം, എവിടെ നിന്നും ചോദിക്കാം കേട്ടോ സഹോദരി എന്നൊക്കെ യമുന വാചാലയാകുമ്പോൾ, നീ ഇതൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്ന് പറയുന്നുണ്ടോ സുമിത്ര സന്തോഷത്തോടെ. അങ്ങനെ ചോദിക്കുമ്പോൾ, അതൊന്നും അത്ര കാര്യമല്ല, കിട്ടാൻ പ്രയാസമുള്ളതും എല്ലാം കിട്ടി എന്നുള്ളതാണ് പ്രധാനം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻ്റർവ്യൂ നല്ല ടഫാണെന്ന് പറഞ്ഞില്ലേ, എന്തുകൊണ്ടാ? ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ കൈ വീശി ചെന്നിട്ടാ. ഇത്തവണ അങ്ങനെ വേണ്ട, അതുകൊണ്ടാ പാടുപെട്ടിട്ടാണെങ്കിലും എല്ലാം സംഘടിപ്പിച്ചെന്നും ചിരിച്ചും കൊണ്ട് കൊഞ്ചി സുമിത്രയോട് പറയുന്നുണ്ട് കേട്ടോ യമുന. അത് കേട്ടാണ് അവരുടെ സഹോദരൻ ബാബു വന്നത്. നോക്കടാ പെൺപിള്ളേർ ബുക്ക് സംഘടിപ്പിച്ചു കൊടുത്തത് ചേച്ചി പറഞ്ഞ എല്ലാ ബുക്കും ഉണ്ടോ എന്ന് ബാബു ചോദിക്കുമ്പോൾ സുമിത്ര സമ്മതിക്കുന്നുണ്ട്. നീ കുറേ ആയല്ലോടാ ഈ പേരും പറഞ്ഞ്, നീ കുറേ നടന്നല്ലോ ഈ പേരും പറഞ്ഞിട്ട് എന്ന് യമുന കളിയാക്കുമ്പോൾ, കൊടുക്കായി എന്നും പറഞ്ഞ് ബാബു യമുനയുടെ കൈ പിടിക്കുന്നു. ഇനി എന്തെങ്കിലും സഹായം വേണോ എന്ന് യമുന സുമിത്രയോട് ചോദിക്കുമ്പോൾ, ഇതുപോലെ ആവശ്യങ്ങൾ ഇനിയും വരും, അപ്പോൾ അറിയിക്കാം, തൽക്കാലം ചേച്ചി ഇരുന്ന് പ്രിപ്പയർ ചെയ്യട്ടെ എന്നും പറഞ്ഞ് ബാബു യമുനയെ വലിച്ചും കൊണ്ട് പോകാട്ടോ റൂമിൽ നിന്ന്. ഇത് കണ്ട് സുമിത്ര പുഞ്ചിരിക്കുന്നു. വരട്ടെ ചേച്ചി എന്നും പറഞ്ഞ് ബാബു അവളെ കൊണ്ടുപോകുന്നു.
പിന്നീട് കാണിക്കുന്നത് പ്രേമൻ്റെ കേസറ്റ് ഷോപ്പാണ്. സുമിത്രയോ അങ്ങോട്ട് കയറി വരുന്നു. സുമിത്ര, എൻ്റെ ഷോപ്പിലോ? എന്താ പ്രേം എനിക്കൂടെ വന്നൂടെ? അയ്യോ വരണം, ഒരു 100 വട്ടം 1000 വട്ടം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഏതാണ്ട് 10 വർഷമായി ഷോപ്പ് തുടങ്ങിയിട്ട്, ഏതാണ്ട് 15 വർഷമായി ഹൗസിംഗ് കോളനിയിൽ അയൽക്കാരായിട്ട്. ഇന്നോളം സുമിത്ര ഇതുവരെ ഒരു ആൻഡ്രോയിഡ് കേസറ്റോ ഒരു വീഡിയോ കേസറ്റോ ഒരു ഓഡിയോ കേസറ്റോ വീഡിയോ കേസറ്റോ ചോദിച്ചു വന്നിട്ടില്ല. അതാണ് അത്ഭുതം എന്ന് ഞാൻ പറഞ്ഞത് എന്ന് പ്രേമപൂർവ്വം പ്രേമൻ സുമിത്രയോടായിട്ട് പറയുന്നു. തുടർന്ന് മഹാത്ഭുതം എന്നാണ് സത്യത്തിൽ പറയേണ്ടത്. സുമിത്ര ഏതായാലും വന്നല്ലോ. അത് കേട്ട് സുമിത്ര ചിരിക്കുന്നു. ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് പ്രേം. അതെ, സമയം അത് വളരെ പ്രധാനമാണല്ലോ. സുമിത്രയ്ക്ക് എന്താണ് വേണ്ടത്? ഓഡിയോ ഓർ വീഡിയോ എന്ന് പ്രേം പറയുമ്പോൾ കൊള്ളാം, ഞാൻ കേസറ്റ് വാങ്ങാൻ വന്നു എന്നാണോ പ്രേമിൻ്റെ വിചാരം എന്ന് സുമിത്ര പറയുമ്പോൾ ആശ്ചര്യത്തോടെ പ്രേം, പിന്നെ അല്ലാതെ എന്ന് പ്രേം പറയുമ്പോൾ പറയാം. അതിനു മുമ്പ് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. കോട്ടയം ജില്ലയിൽ ജനിച്ച നിങ്ങൾ എന്തിനായി നഗരത്തിലേക്ക് വന്നു? കോട്ടയം ഭാസ്കരൻ പിള്ള എന്ന കവി പ്രേമൻ്റെ അച്ഛൻ എന്തിന് ഞങ്ങൾ താമസിക്കുന്ന അതേ ഹൗസിംഗ് കോളനിയിൽ തന്നെ വീട് വെച്ചു? എന്തിന് ഞങ്ങളുടെ അയൽക്കാരനായി ചിന്തിച്ചിട്ടുണ്ടോ? പ്രേം എന്തോ പ്രേമിൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് എന്നൊക്കെ സുമിത്ര പറയുമ്പോൾ, എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത്, അതെ അതാണ് എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത്. അതെ സുമിത്രേ, കോട്ടയത്തെ കഞ്ഞിക്കുഴിയിൽ നിന്നും ഇവിടേക്ക് വന്നത് മഹാകവിയും കോളേജ് പ്രൊഫസറുമായ ശങ്കരൻ സാറിൻ്റെ അയൽപക്കമായത് എല്ലാം ഒന്നിനു വേണ്ടി മാത്രം. സുമിത്രയുടെ പരിചയക്കാരനാവാൻ, സുമിത്രയുടെ സുഹൃത്താവാൻ, സുമിത്രയുടെ ഹൃദയത്തിൽ ഒരിടം കണ്ടെത്താൻ, സുമിത്രയുടെ സ്നേഹത്തിൻ്റെ അവകാശിയാവാൻ എന്നൊക്കെ പ്രേം വാചാലനാവുന്നു. പ്രേം ഇത് കേട്ട് സുമിത്ര, മലയാളത്തിലെ 2 കവികളുടെ മക്കളാണ് നമ്മൾ, ഒരേ തൂവൽ പക്ഷികൾ. നാം തമ്മിൽ ചേർന്നാൽ അത്രയും പൂർണ്ണമായ ബന്ധം, പ്രേമബന്ധം വേറെ ഉണ്ടാവില്ല എന്ന് അവൾ പറയുമ്പോൾ ഞാൻ ഇത് കേൾക്കാൻ കാതോർത്തിരിക്കുകയായിരുന്നു സുമിത്രയെ. ഞാൻ 15 വർഷവും. എന്താണ് കാത്തു നിൽക്കുന്നത്? അടുത്തേക്ക് വരൂ സുമിത്രേ, അടുത്തേക്ക് വരൂ എന്നും പറഞ്ഞ്, വരൂ സുമിത്രേ എന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നടന്നു നീങ്ങുകയാണ് പ്രേം. ഈ സീരിയൽ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത റിവ്യൂമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.